ബാഗിനുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കോളേജ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പൊ വീട്ടിൽ പോയിട്ട് കുഞ്ഞിനെ കാണുമ്പോ അവൾ എന്താണ് അവളുടെ എക്സ്പ്രഷൻ എന്നൊക്കെ നോക്കാം കേട്ടാ. ചേട്ടാ ഹായ് ഗായ്സ്, അപ്പൊ എന്റെ അമ്മ വന്നു. പക്ഷെ ഞാൻ അമ്മനോട് മിണ്ടില്ല. അമ്മ രാവിലെ എന്നോട് പറയണ്ടാണ് അമ്മ കോളേജിലേക്ക് പോയത്. എന്തിനാണ് അമ്മ എന്നൊക്കെ പറയാതെ കോളേജിൽ പോയത്? എനിക്ക് കളിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുള്ളൻ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ കുള്ളൻ ഡാഡി ഉറക്കായിരുന്നു അമ്മ. അങ്ങനെ ഞാൻ അവളുടെ പരാതി എല്ലാം കേട്ടതിന് ശേഷം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് അവിടെ പോയപ്പോൾ ഞാൻ ബുക്ക് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവൾക്ക് കുറേ കളിപ്പാട്ടങ്ങൾ വാങ്ങിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് റിങ്സ്, ബോള്, പിന്നെ ഒരു പാവ പോലത്തെ അങ്ങനെ കുറേ വാങ്ങിച്ചിട്ട് വന്നിട്ട്, പിന്നെ ഒരു കിളിക്ക വാങ്ങിച്ചിട്ടുണ്ട്, മണി എന്നൊക്കെ പറയില്ലേ, ചിലങ്കയിലെ മണി പോലത്തെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾക്കാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടമാണ് എനിക്കിങ്ങനെ കുട്ടികളെ കളിപ്പിക്കുന്ന പോലെ അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ. കാരണം അവൾ എൻ്റെ കുട്ടിയാണല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഓ നിനക്ക് എന്താ ഭ്രാന്താണല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. എനിക്ക് അവൾക്ക് വേണ്ടി ചെലവഴിക്കാനോ അല്ലെങ്കിൽ ചെലവാക്കാനോ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ആളാണ് ഞാൻ. കാരണം അവൾ എൻ്റെ സ്വന്തം മോളാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ അത് വെച്ചിട്ട് ആരാ കളിക്കുന്നത് നോക്കണം. അവസാനം കുഞ്ഞിന് ഞാനത് കാണിച്ചു കൊടുത്തു. പിന്നെ കുഞ്ഞ് കുറച്ചു നേരം അതൊക്കെ നോക്കിയിരുന്നു. കളിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം ഒന്നും കളിച്ചില്ല. അപ്പം ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അവളെ ഇങ്ങനെ തട്ടുകയാണ് ചെയ്തത്. കളിക്കി കളിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവള് കളിക്കുന്ന കാരണം കേട്ടോ. പിന്നെ ഞാൻ അമ്മയുടെ അന്ന് കളിപ്പാട്ടായിട്ട് കുള്ളൻ ഡാഡിയായിട്ട് കളിച്ചുട്ടാ. കുള്ളൻ ഡാഡിയാണ് കൂടുതൽ എന്നെക്കാലം കളിക്കുന്നത്. ഡാഡിയുടെ വിചാരം ചെറിയ കുട്ടിയാണെന്നാണ്. പക്ഷെ എനിക്ക് അമ്മ വാങ്ങിത്തത് ഇഷ്ടമായിട്ട് ഞാൻ കുറെ നേരം കളിച്ചിട്ട് പിന്നെ കുറെ നേരം കുള്ളൻ ഡാഡിന്റെ പിന്നാലെ ഓടിക്കളിച്ച് കുള്ളൻ ഡാഡിയാണ് എന്നെ എപ്പോഴും ഇവിടെ കളിപ്പിക്കുക. അപ്പൊ ബൈ, പിന്നെ കാണാൻ.